ഹലോ നമസ്കാരം, ഗാർഡൻ ബീനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി അച്ചപ്പമാണ്. 2 മുട്ട, 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് തേങ്ങാപ്പാൽ, 1/4 കപ്പ് വെള്ളം. ഇവ നമുക്ക് മിക്സിയിലിട്ട് ഒരു 30 സെക്കൻഡ്സ് അരച്ചെടുക്കാം. ഇത് 30 സെക്കൻഡ്സ് അരച്ചെടുത്ത മിക്സാണിത്. ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാവുന്നതാണ്. ഇത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അത് നമുക്ക് ഈ അരച്ചെടുത്ത ബാറ്ററിലേക്ക് നമ്മുടെ ഈ അരിപ്പൊടി ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് അരച്ചെടുക്കാവുന്നതാണ്. 30 to 1 മിനിറ്റ് അരയ്ക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാന്ന് പറഞ്ഞാൽ അത് ശരിക്കൊന്ന് മിക്സായി വരണമെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് അരച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് ഈ അരച്ച് കിട്ടിയിരിക്കുന്ന ഈ ബാറ്ററിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളിടുക. കറുത്ത എള്ളിട്ട് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടാക്കുന്ന ആ പാനിലോട്ട് തന്നെ നമ്മുടെ ഈ അച്ച് ഇട്ട് വെക്കേണ്ടതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ അച്ച് നമുക്ക് നമ്മുടെ ഈ അച്ചപ്പത്തിൻ്റെ മിക്സിലേക്ക് മുക്കിയിട്ട് ഇതിൻ്റെ എണ്ണയ്ക്കകത്തോട്ട് ഇടേണ്ടതാണ്. സാധാരണ എണ്ണയ്ക്കകത്തൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ അച്ച് മുഴുവൻ മുക്കരുത്, ഒരു 1/4 ഭാഗമേ മുക്കാവൂ. വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് തന്നെത്താൻ അങ്ങ് വീഴേണ്ടതാണ്. വീണ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും അതൊരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് ഇട്ടിട്ട് എടുക്കാവുന്നതാണ്. എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെ ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ എണ്ണ പോകത്തക്ക രീതിയിൽ ആ കുഴി വരുന്നിടം മറുഭാഗത്താക്കി താഴ്ത്ത് വേണം എടുക്കാൻ. അല്ലെങ്കിൽ ആ കുഴിക്കകത്തൊക്കെ എണ്ണ കയറി ഒത്തിരി എണ്ണ കുടിച്ചിരിക്കും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുഴി മറിച്ചിട്ടിട്ട് വേണം അച്ചപ്പം എണ്ണയിൽ നിന്നും എടുക്കാൻ. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം മുക്കുമ്പോഴും അച്ചൊന്ന് ചൂടാക്കിയിട്ട് വേണം മാവിനകത്ത് മുക്കാൻ, അല്ലെങ്കിൽ അച്ചിലത് മാവ് പിടിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. നമ്മുടെ അച്ചപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഈവനിങ് സ്നാക്കിന് വേണ്ടി പറ്റിയ ഒരു സ്നാക്കാണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെയധികം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.